സംസ്ഥാനത്തെ ഞെട്ടിക്കുന്ന സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ലഹരി വ്യാപനം എത്ര വ്യാപകമായി എന്നുള്ളതാണ്. ആ ലഹരി വ്യാപനം നമ്മുടെ സംസ്ഥാനത്ത് അക്രമ സംഭവങ്ങൾ വർദ്ധിപ്പിക്കുകയാണെന്നും ആ അക്രമത്തിൻ്റെ സ്വഭാവം തന്നെ മാറിയെന്നും ഞങ്ങൾ നിയമസഭയിൽ വളരെ ഗൗരവതരമായി കഴിഞ്ഞ ആഴ്ച ഉന്നയിച്ച വിഷയമാണ്. ഈ സംസ്ഥാനത്ത് ഇതുവരെ ഉണ്ടാകാത്ത തരത്തിലുള്ള അക്രമങ്ങളാണ് വ്യാപിക്കുന്നത്. കുട്ടികളുടെ ഇടയിൽ ലഹരി വ്യാപകമായി വ്യാപിക്കപ്പെടുകയാണ്, ലഹരി വ്യാപകമായി വിതരണം ചെയ്യുകയാണ്. ഏറ്റവും ലഹരി വസ്തുക്കൾ കേരളത്തിൽ ഏറ്റവും സുലഭമായ സംസ്ഥാനമായി കേരളം മാറിയിരിക്കുന്നു. ഗവൺമെൻറ് എന്താ ചെയ്യുന്നത്? കൺസ്യൂമേഴ്സിനാണ്, ചെറിയ ക്വാണ്ടിറ്റി കയ്യിലുള്ള ഇത് ഉപയോഗിക്കുന്ന ആളുകളെ മാത്രമാണ് വിളിക്കുന്നത്. ഒരിക്കലും ഇതിൻ്റെ സോഴ്സ് എവിടെയാണെന്ന് അന്വേഷിച്ച് ഒരു ഗവൺമെൻറ് ഏജൻസിയും പോകുന്നില്ല, എക്സൈസും പോകുന്നില്ല, പോലീസും പോകുന്നില്ല. പറഞ്ഞല്ലോ, മിനിറ്റുകൾക്ക് മാർക്ക് വേണമെങ്കിലും ഏറ്റവും മാരകമായ ഈ സബ്സ്റ്റൻസ് കിട്ടുന്ന ഒരു സംസ്ഥാനമായിട്ട് കേരളം മാറിയിരിക്കുകയാണ്. എല്ലാ സ്ഥലത്തും അവൈലബിളാണ്. കുട്ടികൾ SSLCക്ക് പഠിക്കുന്ന കുട്ടികൾ അവരുടെ പാർട്ടി നടത്തുകയാണ്, ഡ്രഗ് പാർട്ടി നടത്തുകയാണ്. വലിയ വമ്പന്മാർ വലിയ 5 സ്റ്റാർ ഹോട്ടലുകളിൽ ഡ്രഗ് പാർട്ടി നടത്തുകയാണ്. ഇപ്പോൾ എല്ലാ സ്ഥലത്തും ഡ്രഗ് പാർട്ടികളാണ്. ഒഴിഞ്ഞു കിടക്കുന്ന വീടുകളിലും പൊതുസ്ഥലങ്ങളിലും ഒഴിഞ്ഞു കിടക്കുന്ന പറമ്പുകളിലും കലിങ്കിൻ്റെ അടിയിലും ബീച്ചിലും മറൈൻ ഡ്രൈവിലും എല്ലാ സ്ഥലത്തും ഡ്രഗ് പാർട്ടികൾ നടക്കുകയാണ്, പരസ്യമായി നടക്കുകയാണ്. ഈ ഒറ്റ കൊടുക്കുന്ന കേസുകൾ മാത്രമാണ് ഇവിടെ എൻഫോഴ്സ്മെൻ്റ് എന്ന് പറയുന്ന സംഭവമില്ല. പിന്നെ ബോധവൽക്കരണം നടത്തിയെന്ന് പറയുന്നത് ആ സ്റ്റേജൊക്കെ കഴിഞ്ഞു. ബോധവൽക്കരണമൊക്കെ വേണം, ആളുകളുടെ ഇടയിൽ ബോധവൽക്കരണം, പക്ഷേ ഒരു ഇമ്പാക്റ്റും ഒരു ഇതുമില്ല, ഒരു റിസൾട്ടും ഈ പറയുന്ന കാര്യത്തിലില്ല. പിന്നലേക്ക് ഉണ്ടായ സംഭവങ്ങൾ പരസ്യമായിട്ട് കുഞ്ഞുങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടിയാണ്. കൊച്ചു കുട്ടികളാണ്, 14ഉം 15ഉം വയസ്സുള്ള കുട്ടികളാണ്. പല ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡുകളിലും പ്രൈവറ്റ് ബസ് സ്റ്റാൻഡുകളിലും സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ, കോളേജ് വിട്ട് വന്നു കഴിഞ്ഞാൽ 2 ഗ്യാങ്ങുകളായി തിരിഞ്ഞ അടിയാണ്. ഒരു കുട്ടി ഇന്നലെ കൊല ചെയ്യപ്പെട്ടു. വ്യാപകമായി ക്യാമ്പസുകളിൽ റാഗിംഗ് ആണ്, ഡ്രഗ്സിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഒരു സൈഡിൽ SFI ആണ്, ഒരു സൈഡിൽ SFI ആണ്. SFI നേതാക്കന്മാർക്ക് ഡ്രഗ്സ് അടിക്കാനും വെള്ളം അടിക്കാനും പൈസ കൊടുത്തില്ലെങ്കിൽ ക്രൂരമായിട്ടുള്ള റാഗിംഗ് ആണ്. സിദ്ധാർത്ഥിന് സംഭവിച്ചത് ഉൾപ്പെടെയുള്ള കഴിഞ്ഞ ദിവസം കോട്ടയത്ത് ഉണ്ടായ സംഭവം ഉൾപ്പെടെയുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. യൂണിവേഴ്സിറ്റി കോളേജിലെ യൂണിയൻ റൂം എന്ന് പറയുന്നത് ഇടിമുറിയാണ്. ഭിന്നശേഷിക്കാരനായ വിദ്യാർത്ഥി വരെ ആക്രമിക്കപ്പെട്ടു. ഒരു കുട്ടിയെ പോലും സസ്പെൻഡ് ചെയ്തില്ല. സിദ്ധാർത്ഥൻ്റെ സംഭവത്തിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ട കുട്ടികൾ വീണ്ടും അവരെ റീഇൻസ്റ്റേറ്റ് ചെയ്ത് അവർ പരീക്ഷ എഴുതി കൂളായി നടക്കുകയാണ്. അപ്പോൾ ഗവൺമെൻറ് സ്വന്തം ആൾ ഒരു പൊളിറ്റിക്കൽ പേട്രണേജ്, രാഷ്ട്രീയ രക്ഷാകർതൃത്വം കൊടുക്കുകയാണ്. അറിയപ്പെടുന്ന ആളുകളാണ്. ഈ കാപ്പ കേസിലെ പ്രതികളെ പോലും പാർട്ടിയിലേക്ക് മാലയിട്ട് സ്വീകരിക്കുകയാണ്. പത്തനംതിട്ട മന്ത്രിമാർ പോയി മാലയിട്ട് സ്വീകരിക്കുകയാണ്. അപ്പോൾ ക്രിമിനലുകളും ഗുണ്ടകളും ലഹരി മരുന്നും മാഫിയയും അഴിഞ്ഞാടുന്ന സംസ്ഥാനമായി കേരളം പോയി. പോലീസിൻ്റെ കൺട്രോളിലോ എക്സൈസിൻ്റെ കൺട്രോളിലോ ഒന്നുമല്ല. ഗവൺമെൻറ്റിന് സ്വന്തക്കാരെ സംരക്ഷിച്ചാൽ മാത്രം മതി. അപകടകരമായ ഈ സ്ഥിതിവിശേഷം ഞങ്ങൾ 2 പ്രാവശ്യം 2022-ലും ഈ കഴിഞ്ഞ ആഴ്ചയിലും നിയമസഭയിൽ കൊണ്ടുവന്നു. പൂർണ്ണമായ പിന്തുണ ഗവൺമെൻറ്റിന് വാഗ്ദാനം ചെയ്തു. ഒരു മൂവ്മെൻറ്റും ഇതിനെ അവസാനിപ്പിക്കുക 2 രീതിയിൽ വേണം. ഒന്ന്, എൻഫോഴ്സ്മെൻറ്റ് തന്നെ നടത്തി ഇതിൻ്റെ സോഴ്സ് എവിടെയാണ്, ഇതിൻ്റെ ഉത്ഭവസ്ഥാനം എവിടെയാണ് എന്ന് കണ്ടെത്തി നമ്മൾ അടയ്ക്കണം. 2, വ്യാപകമായ തരത്തിലൊരു മൂവ്മെൻറ്റ് കേരളത്തിൽ സ്ത്രീകളുടെയും ചെറുപ്പക്കാരുടെയും എല്ലാ ആളുകളും ഉൾപ്പെട്ടൊരു വലിയ മൂവ്മെൻറ്റ് ഇതിനെതിരായിട്ട് ഉണ്ടാണ്. ഇത് 2 സംഭവിക്കുന്നില്ല. ഇത് 2നും ഇനിഷ്യേറ്റീവ് എടുക്കേണ്ടത് സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ്. അവർ വളരെ നിസ്സംഗതയോടുകൂടി എല്ലാ കാര്യത്തിലും ഒന്നതുപോലെ തന്നെ ഈ കാര്യത്തിലും നിസ്സംഗതയോടുകൂടി നോക്കിയിരിക്കുകയാണ്. കേരളം വലിയ ഭീതിയിലാണ്. രക്ഷകർത്താക്കൾ ഉത്കണ്ഠയിലാണ്. കുഞ്ഞുങ്ങളെ സ്കൂളിലേക്ക് അയക്കുന്നവർ, കോളേജിലേക്ക് അയക്കുന്നവർ പേടിയാണ്. കുട്ടികൾ പോയാൽ അമ്മമാർ വന്ന് പുസ്തകങ്ങളും അവരുടെ ബാഗുമൊക്കെ തുറന്നു നോക്കുകയാണ്, എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുകയാണ്. കുട്ടികൾ പോയി സംശയമാണ്. ഇത് ചെയ്യാത്ത കുട്ടികളെയും മാതാപിതാക്കൾക്കും വീട്ടുകാർക്കും സംശയമുള്ളൊരു സ്ഥിതിയിലേക്ക്, അപകടത്തിലേക്ക് കേരളം പോവുക.